ഹേ എവരി വൺ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിന്ന് ഫാമിലിയിൽ എല്ലാവരും കൂടി ട്രിപ്പ് പോവാണ് കേട്ടോ. വയനാട്ടിലേക്കാണ് പോകുന്നത്. ഞങ്ങളെ ഒരു ഏകദേശം ഒരു 6 മണി 6:15 ആയ സമയത്ത് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ രാവിലെ ആയപ്പോൾ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചുരത്തിൻ്റെ ഒക്കെ അവിടെ എത്തിയപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ പൂക്കോട് ലേക്കിലാണ് ഫസ്റ്റ് പോയത്. അങ്ങനെ ലേക്കിലെത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കി. ഇന്നൂനാണെങ്കിൽ ഇങ്ങനെ നിലത്തിറങ്ങി നടക്കണം എന്ന് കേട്ടോ. ഓളാണെങ്കിൽ വികാനും പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ പിടിച്ച് വെച്ചിങ്ങാണ്ട് എടുത്തിങ്ങനെ കൊണ്ടെടുക്കേനി. അങ്ങനെ മിന്നു ഇതാ ചോക്ലേറ്റൊക്കെ വാങ്ങി ഇങ്ങനെ വരുന്നുണ്ടേനി. അങ്ങനെ നല്ല കുറച്ച് അത്യാവശ്യം തിരക്കൊക്കെ ഉള്ളേനി കേട്ടോ. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലേനി. അങ്ങനെ ഇതാ പിന്നെ ഈ പഴയ ഇതൊക്കെ ഓർമ്മയാക്കണേ അങ്ങനത്തെ ഒരു ഷോപ്പ് പാടുണ്ടേനി. അങ്ങനെ അവിടുത്തെ സാധനങ്ങളും ഇതൊക്കെ നോക്കി ഞങ്ങളിങ്ങനെ പോന്ന്. അങ്ങനെ ഇതാ പിന്നെ കാന്തമ്പാറ വാട്ടർഫാൾ പറഞ്ഞൊരു സ്ഥലം ഉണ്ടേനി. അങ്ങനെ ഇതാ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നിങ്ങനെ പോവുകയാണ്. കുറച്ച് അത്യാവശ്യം നടക്കാനുണ്ടേനി കേട്ടോ. അങ്ങനെ കുരങ്ങന്മാരൊക്കെ കണ്ട് ഓലൊക്കെ ഇങ്ങനെ നോക്കി ടാറ്റ ഒക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ അപ്പോൾ ഞങ്ങളിങ്ങനെ എല്ലാവരും ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ വായിച്ചും വെച്ചും പിന്നെ ഇന്നും ഓലൊന്നും പോന്നില്ലേനി കേട്ടോ. ഞാനും നാത്തൂനും കുട്ടികളും പിന്നെ മൂത്തച്ഛനും കുട്ടികളും മാത്രമേ പോകുന്നുള്ളേനി. കുറച്ച് അത്യാവശ്യം നടക്കാനുള്ളതിനോട് തന്നെ ഓലോടൊന്നും കഴിയൂല പറഞ്ഞ്. അങ്ങനെ പിന്നെ ഞങ്ങൾ പോയി ഏതായാലും ഇവിടെ വന്നില്ലേ. അപ്പോൾ പിന്നെ കണ്ടിട്ട് പോരാറിഞ്ഞാണ്ട് ഞങ്ങളിങ്ങനെ നല്ല വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ പോവാണ് കേട്ടോ. അതിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നല്ല വ്യൂ നമ്മൾ നടക്കാൻ പറ്റിയ നല്ല സെറ്റപ്പ് സ്ഥലമൊക്കെ ആയിട്ട് അങ്ങനെ നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ടേനിട്ട് അവിടെ. അപ്പോൾ നല്ല രസത്തിൽ ഇങ്ങനെ കണ്ടിങ്ങനെ നടന്ന് നമുക്കിങ്ങനെ പോകാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ വാട്ടർഫാളിൻ്റെ അടുത്ത് എത്തി. നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടേനിട്ടോ. അങ്ങനെ വെള്ളത്തേക്ക് ഇറങ്ങണോ വേണ്ടേ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയിനി. കുട്ടികളെന്തായാലും ഇറങ്ങുകയാണ് പറഞ്ഞ് ഓൾക്ക് നീന്തണം എന്നൊക്കെ പറഞ്ഞിങ്ങാണ്ട്. അങ്ങനെ ഓല് ഇറങ്ങിക്കോട്ടെ വിചാരിച്ച് ഞാനിങ്ങനെ മുകളിൽ ഇങ്ങനെ നിൽക്കുകയിനി. പിന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങിയാൽ പിന്നെ നനഞ്ഞാൽ പിന്നെ ഫുള്ള് ചീച്ചിലാവുമല്ലോ വിചാരിച്ചിങ്ങാണ്ട് നനയാനൊന്നും നിന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ നോക്കി നിന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇറങ്ങിയാലോ എന്ന് ആലോചിച്ച് നിന്നാണ്ട് പിന്നെ അങ്ങോട്ടേക്ക് ഇറങ്ങിട്ടോ. അങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്ക് ഓലൊക്കെ നീന്താൻ വേണ്ടിയിട്ട് റെഡി ആക്കിണ്ടേനി. അങ്ങനെ മിന്നും വന്ന് പിന്നെ ബാക്കിൽ കുട്ടിക്ക് നല്ല ആവേശം എഴുതിയിട്ട് ഓൾക്ക് ഇങ്ങനെ വെള്ളത്തിൽ മിസൊക്കെ ഇങ്ങനെ കളിക്കുന്നുണ്ടേനി. വെള്ളത്തിൽ ഇറങ്ങിയിട്ട് കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളേനി, ഇങ്ങനെ തോന്നെ ആൾക്കാരൊന്നും ഇല്ലേനി. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇറങ്ങി കളിച്ചാനൊക്കെ പറ്റി നല്ല ഇതേനി. പിന്നെ ഞങ്ങൾ ഇവിടെ എത്തി. ഓലെടുത്തെത്തിയപ്പോൾ ഒരു ഫാമിലി ഫോട്ടോ വീഡിയോ ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പൂപ്പൊലിക്കാട്ട പോയത്. അവിടെ നല്ല ഫ്ലവർ ഷോ ഒക്കെ ഉണ്ട്. കുറച്ച് ദിവസം മുന്നൊക്കെ ഇവിടെ നല്ല അടിപൊളി ഫ്ലവറും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ട്രെൻഡായി കൊണ്ടിരിക്കുന്ന സമയം കഴിഞ്ഞിട്ടോ. ഇപ്പം ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും പൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും അത്ര അതില്ലാന്ന് തോന്നുന്നു, അറിയില്ല. എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സെറ്റായിട്ടുള്ള നടക്കാനൊക്കെ പറ്റിയ നല്ലൊരു ഇതേനി. അങ്ങനെ ഞങ്ങൾ ഫുള്ള് കണ്ടിങ്ങനെ നടക്കാമല്ലോ വിചാരിച്ചും കണ്ട് അങ്ങനെ ഇറങ്ങിയാണ്. അങ്ങനെ ഈ പുല്ലൊക്കെ സെറ്റാക്കി വെച്ച് അവിടേക്കും നമുക്ക് ഇറങ്ങാൻ പറ്റൂല കേട്ടോ. ഓല അവിടെ പ്രവേശനം ഇല്ലയെന്ന് പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇത്രക്കല്ല വൃത്തിയിൽ അവിടെ അങ്ങനെ നിൽക്കുന്നത്, കേടൊന്നും വരാണ്ട്. നമ്മൾ ഇറങ്ങിയാൽ ഫുള്ള് കേടെടുത്തല്ലോ, ആ ഒരു രീതിയിലായിരിക്കും ഓല ഇറങ്ങണ്ടെന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ പിന്നെ ഞങ്ങളിങ്ങനെ എടുത്തുകൂടെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ കാണുകയൊക്കെ നല്ല അടിപൊളിയായിട്ടല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ ഒരു ട്രിപ്പൊക്കെ ഇറങ്ങണത്. അതാണ് ഞങ്ങൾ ഫസ്റ്റിനെ വയനാട്ടിലേക്ക് ആക്കിയത്. അപ്പോൾ ഫസ്റ്റത്തേക്ക് ഉണ്ട് നോക്കിയിട്ട് പിന്നെ അങ്ങോട്ടേക്ക് ദൂരത്തേക്ക് ആക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ സെറ്റാക്കി ഇറങ്ങിയതാണ് ആദ്യം വയനാട്ടിലേക്ക്. ആ പൂവൊക്കെ കണ്ടാൽ നമുക്കൊന്ന് ഇറങ്ങി അവിടെ ഒന്ന് ഇരിക്കാനും ഇതാക്കാനൊക്കെ തോന്നും കേട്ടോ. പക്ഷേ നമ്മൾക്ക് അവിടെ അതില്ലാത്തതിനോട് വിട്ടുനിന്ന് കണ്ടിങ്ങനെ സന്തോഷിച്ച് പോകാനേ ഉള്ളൂ. ഞങ്ങൾ ചോദിച്ചിട്ട് 2-3 വട്ടം കയറാൻ പറ്റുമോ. അപ്പോൾ പറഞ്ഞ് അങ്ങോട്ടേക്ക് പ്രവേശനം ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ വിട്ടുനിന്ന് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ഇതാക്കി. അങ്ങനെ പിന്നെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ മുന്നോട്ടേക്ക് ഇങ്ങനെ പോയി നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ പോയി നോക്കാൻ തോന്നി. അങ്ങനെ പിന്നെ അങ്ങോട്ടേക്ക് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. ഓലൊക്കെ മുന്നിൽ പോയിട്ടുണ്ട് കേട്ടോ. ഞാനും മുന്നാസും പിന്നെ മിന്നും കൂടിയാണ് ഞങ്ങൾ ബാക്കിലായത്. ഞങ്ങളിങ്ങനെ വ്യൂ ഒക്കെ കണ്ടിങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് പോകാമെന്ന് വിചാരിച്ചും കണ്ടിങ്ങനെ മെല്ലെ ഇറങ്ങിയതാണ്. ഇപ്പം ഞാൻ മുന്നിലും ഓല് ബാക്കിലുമായി. ഇപ്പം എന്താ അത് കഥ. അങ്ങനെ പിന്നെ ഓല ഒപ്പം തന്നെ ഞാനായി. അങ്ങനെ മിന്നിനോട് കുറച്ച് ക്യൂട്ട്നെസ് ഒക്കെ ഇടാൻ പറഞ്ഞു കണ്ട് നിങ്ങൾ രണ്ടാളും ക്യൂട്ട്നെസ് വേറെ വിതറുകയാണ്. അങ്ങനെ പിന്നെ മുന്നാസും ഉണ്ട് ഞങ്ങൾ കൂടെ. ബാക്കിയുള്ളവരൊക്കെ മുന്നിൽ പോയി. ഓല് മുന്നിൽ അവിടെയോ എത്തിയിട്ടുണ്ടേനി. അങ്ങനെ നല്ല ഫ്ലവറും പിന്നെ നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല സെറ്റ് സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമൊക്കെ ആയി. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ അത് കഴിഞ്ഞിങ്ങനെ ഞങ്ങളിങ്ങനെ നടക്കുമ്പോൾ ഫ്ലവർ ആയിട്ട് ഇങ്ങനെ ഒരു ട്രാക്ടറിൽ ഇങ്ങനെ അങ്ങനെ ട്രാക്ടറിലത്തെ കാക്കനോട് നിങ്ങളൊന്ന് ഇറങ്ങി തരും ഞങ്ങൾ ഫോട്ടോ എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ മിന്നു ഓലോടൊക്കെ ചോദിച്ചിങ്ങാണ്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ട്രാക്ടറിൻ്റെ അടുത്ത് നിന്നാണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കാമല്ലോ വിചാരിച്ചിങ്ങനെ ഇങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ആദ്യം എന്തൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ട് നല്ല സ്ഥലമായിട്ടുള്ള ഒരു വ്യൂ ഒക്കെ നീനിട്ട് അവിടെ ഉണ്ടായിരുന്നത്. ഫുള്ള് കളർഫുള്ളൊക്കെ ആയിട്ട് ഇങ്ങനെ അതിൻ്റെ ഇടയിൽ എൻ്റെ തൊപ്പിയൊക്കെ കേടുന്ന് അങ്ങനെ തൊപ്പിയൊക്കെ നന്നാക്കുകയാണ്. എൻ്റെ തൊപ്പിയല്ലേ ഇന്നുൻ്റെ തൊപ്പിനി. അപ്പോൾ ഞാൻ ഇടാത്തപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ പിടിച്ചിനി വെറുതെ ഫോട്ടോ എടുക്കുമ്പോൾ തലയിൽ വെച്ച് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ.
അങ്ങനെ പിന്നെ ഞങ്ങൾ ചെറിയ കുട്ടികളെ പാർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്തെത്തിയിട്ടോ. അങ്ങനെ നടന്ന് അങ്ങനെ ഒരു തീവണ്ടിയൊക്കെ കാണുന്നുണ്ട്. ഇനി അങ്ങനെ അതിലൊക്കെ കയറി ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇനിയൊക്കെ അവിടെ വായിച്ചിൻ്റെയും മച്ചിൻ്റെയും ഒക്കെ എടുത്താനിട്ടോ. ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ നടക്കേനി. അങ്ങനെ പിന്നെ ഇതാ നടന്നിങ്ങാണ്ട് ആദ്യം ഇതാ അവിടെ തീവണ്ടീൻ്റെ അടുത്ത് ഇങ്ങനെ കാത്തിക്കണി ഞങ്ങൾ ഫോട്ടോ എടുത്തന്നെ പറഞ്ഞിങ്ങാണ്ട്. അങ്ങനെ പിന്നെ അവന് ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്തിട്ട് ഞങ്ങൾ പിന്നെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ടേനി. അങ്ങനെ പിന്നെ ഞാൻ ഇന്നോടി ഊഞ്ഞാലിലൊക്കെ കയറി ആടി. ഓളിങ്ങനെ ദാറിണ്ടേനി ഊഞ്ഞാല കണ്ടപ്പം. അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി കുറച്ച് നേരം ഇങ്ങനെ ആടിയൊക്കെ ഇരുന്ന് ഇങ്ങനെ എൻജോയ്മെൻറ്റ്. അങ്ങനെ പിന്നെ കുറച്ച് നേരമൊക്കെ ഊഞ്ഞാലാടി. പിന്നെ നമുക്ക് വിശക്കണും ഉറക്കമൊക്കെ ഉണ്ടേനിട്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ച് പറഞ്ഞ് വേഗം പോവാന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിങ്ങനെ വല്ല നടന്നിട്ടു. അപ്പോൾ നല്ല കവാടം പോലത്തെ ഒരു ഫ്ലവറിൻ്റെ ഒക്കെ ഒരു സെറ്റപ്പ് ആക്കി വെച്ചിട്ടുള്ള ഒരു വ്യൂവും കാര്യങ്ങൾ അതിൽക്കൂടെ ഇങ്ങനെ നടന്ന് ഞങ്ങളിങ്ങനെ അവസാനം പോവുകയാണ് കേട്ടോ. അവിടുന്ന് നടന്നിങ്ങനെ കാണാൻ പറ്റിയ എല്ലാവർക്കും നടന്നൊക്കെ പോയി ഇങ്ങനെ കാണാൻ പറ്റിയ ഒരു ഇതാണെങ്കിൽ നല്ല അടിപൊളി വ്യൂവും ഇതൊക്കെ ഉണ്ട്. നമുക്കിങ്ങനെ നടക്കട്ടെ. അവിടെ ഫുള്ള് ചെറിയ കുറ്റി മറ്റേ പുല്ലും പിന്നെ ഫുള്ള് ഹാർട്ടിൻ്റെ ഇങ്ങനത്തെ കവാടം പോലത്തെ അങ്ങനത്തെ ഒക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ഇത് പിന്നെ വേറൊരു സ്ഥലമാണ് കേട്ടോ. ഇത് നമ്മളെ കാരാപ്പുഴ ഡാമാണ്. അങ്ങനെ പിന്നെ നമ്മൾ നേരെ ഡാമിലേക്ക് വന്നതാട്ടോ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ചായയും ചോറൊക്കെ തിന്നേണ്. അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല, വിട്ടുപോയി അതെടുക്കാൻ. അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ കാരാപ്പുഴ ഡാമിലേക്ക് ഒരു ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക്. അവിടെ ഞങ്ങൾ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ അത്യാവശ്യം ആൾക്കാർ ഇങ്ങോട്ട് ഇറങ്ങണു പിന്നെ കയറണമൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഈവനിങ് ഒക്കെ ആകുമ്പോഴാണ് അവിടെ ഓപ്പൺ ആക്കാൻ തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അത്ര തിരക്ക്. അങ്ങനെ പിന്നെ ഞങ്ങൾ നടന്നിങ്ങനെ പോയിട്ടിരിക്കുകയാണ്. ഇവിടെ പിന്നെ ഫുള്ള് പാർക്കും പിന്നെ കുട്ടികൾക്ക് കളിച്ചാൻ പറ്റിയത് പിന്നെ സിബ് ലൈന് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരാനുള്ള മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ സിബ് ലൈനിൽ കയറണം, പിന്നെ കുട്ടികളെ കുറച്ച് എൻജോയ്മെൻറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പാർക്കിൽ കയറ്റണം, അങ്ങനത്തെ ഒക്കെ വിചാരിച്ച് കണ്ടാട്ടെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് മെയിനായിട്ട് വന്നത് തന്നെ. അപ്പോൾ ട്രിപ്പ് സെറ്റാക്കുമ്പോൾ തന്നെ ഞാനും മിന്നും പറഞ്ഞിനി ഞങ്ങൾക്ക് രണ്ടാൾക്കും എന്തായാലും സിബ് ലൈനിൽ കയറാം. അപ്പോൾ കുറച്ചൊക്കെ പേടിയുണ്ടെങ്കിലും ഞങ്ങൾ പുറത്ത് പ്രകടിപ്പിച്ചില്ല, എങ്ങനെയെങ്കിലും അതിൽ കയറണം എന്നുള്ളതേ ഉള്ളേനി. അങ്ങനെ പിന്നെ ഞങ്ങളിതാ കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റൊക്കെ എടുത്ത് അങ്ങനെ പിന്നെ അവിടെ എത്തിയിട്ട് ഒരു പറഞ്ഞ് ഒരു വണ്ടിയിൽ നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി ആക്കുക, അതിന് മുന്നേ ഇതൊക്കെ ഹെൽമറ്റും കാര്യങ്ങളൊക്കെ വെക്കണം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ വണ്ടിയൊക്കെ വന്നിങ്ങാണ്ട് ഞങ്ങളിതാ അതിൽ കയറിയിരുന്ന് അത്യാവശ്യം കുറച്ച് പോകാനുണ്ടേനിട്ടോ. അവിടുന്ന് ഈ വണ്ടി കയറ്റി ഇങ്ങനെ പോയിട്ട് പിന്നെ അവിടെ എത്തിയിട്ട് നമ്മൾ അവിടുന്ന് സിബ് ലൈനിലേക്ക് കയറ്റുകയാണ് ചെയ്യുക. അപ്പോൾ സേഫ്റ്റിയൊക്കെ എടുത്തുങ്ങാണ്ട് നമ്മൾ നേരെ വണ്ടിയിലേക്ക് കയറിയിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ വണ്ടിയിൽ കുറച്ച് മലയാളീസും പിന്നെ കുറച്ച് ഹിന്ദിക്കാരും അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടേനിട്ട്. ഞങ്ങൾ 4-5 ആൾക്കാരുണ്ടേനി. അങ്ങനെ ഞങ്ങളിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ പോവേനി. ഞങ്ങൾ രണ്ടാളും ആദ്യമായിട്ട് കയറിയേനി. അപ്പോൾ അതിൻ്റേതായ പേടിയും ടെൻഷനൊക്കെ ഉണ്ടേനി. എന്നാലും ഞങ്ങൾ വല്ലാതെ പുറത്ത് കാണിച്ചില്ല. ഇനി അഥവാ ഒരു തിരിച്ചു വരവ് ഉണ്ടാവില്ലേ എന്നൊന്നും അറിയാനായിട്ട് ഞങ്ങൾ അതിലൊക്കെ ചൊല്ലിയിട്ടാണ് കേട്ടോ പോണത്. എന്തായാലും കയറണം എന്നുള്ള ഉദ്ദേശത്തിലാണ് പോയത്. അങ്ങനെ ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല ആവേശത്തിലാണ് കേട്ടോ ഞങ്ങൾ അപ്പോൾ എല്ലാവരും മുന്നിൽ പറഞ്ഞേച്ച് ഓലെ കടത്തണമെങ്കിൽ നമുക്കും പോവാമെന്ന് പറഞ്ഞിങ്ങാണ്ട് ഞങ്ങളെല്ലാവരും പറഞ്ഞേച്ച് ഞങ്ങൾ ലാസ്റ്റ് കയറാൻ വേണ്ടി നിൽക്കേനിട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ കൂടെ ഉള്ളവറ്റലൊക്കെ അതാ പോയോണ്ട് കയ്യും കാലൊക്കെ വർക്കുണ്ടായിട്ട് ഓല് അത്രയും താഴ്ചയാണല്ലോ, വീണാൽ പോയല്ലോ, പിന്നെ ഒരു തിരിച്ചു വരവ് ഉണ്ടാവില്ലല്ലോ. അങ്ങനെ പിന്നെ എല്ലാവരും പറഞ്ഞേച്ചിങ്ങാണ്ട് ഞാനും മിന്നും നമുക്ക് ലാസ്റ്റ് കയറാമെന്ന് പറഞ്ഞിങ്ങാണ്ട് നിന്നാട്ടോ. അങ്ങനെ പിന്നെ വീഡിയോ എടുക്കാൻ കഴിയുമോ ഒന്നും അറിയില്ല, എന്തായാലും എടുക്കാമെന്നൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ വീഡിയോ ഞാൻ എടുക്കാൻ നോക്കിയപ്പോഴത്തേ എൻ്റെ ഫോണിൽ സ്റ്റോറേജ് മുഴുവനായിങ്ങാണ്ട് എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. അപ്പോൾ അത് ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം അത്രയും പൂതി വെച്ചിങ്ങാണ്ട് ഇനി അതിൽ കയറിയത്, പക്ഷേ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഞാൻ അവിടെ എത്താനായപ്പോൾ കാക്ക കുറച്ച് വീഡിയോ എടുത്തീനി കുറച്ച്. അപ്പോൾ അത് വേണമെങ്കിൽ ഞാൻ ഷോർട്ടാക്കിയിടാം, അപ്പോൾ നിങ്ങൾ പോയി നോക്കിയോണ്ടി. പിന്നെ ഇതാ ഇന്നുമൊക്കെ നല്ല പാർക്ക് കയറിയിട്ട് ഓലൊക്കെ നല്ല കളിച്ചാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പാർക്ക് കയറി. അങ്ങനെ അപ്പോഴത്തേക്കും പിന്നെ നല്ല മഴയൊക്കെ മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഓല് കയറിയത്. പിന്നെ മഴയൊക്കെ പെയ്ത് ഫുള്ള് ചീഞ്ഞിങ്ങാണ്ട് ഞങ്ങളിതാ പോവാണ് കേട്ടോ. എല്ലാവരും നനഞ്ഞുണ്ടേനി. അങ്ങനെ പിന്നെ അവിടുന്ന് ഞങ്ങളിങ്ങനെ യാത്ര പറഞ്ഞ് ടാറ്റ ബൈബൈയൊക്കെ പറഞ്ഞിങ്ങനെ പോകണം. അങ്ങനെ മിസുവിനോട് ഞാൻ ചോദിച്ചു എങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓള് വാവ് സൂപ്പർ എന്നൊക്കെ പറഞ്ഞിങ്ങാണ്ട് ഭയങ്കര നല്ല റിവ്യൂ ഒക്കെ തന്നിട്ടോള്. പിന്നെ അത്യാവശ്യം നല്ല നേരം വൈകീനി. അപ്പോൾ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വിചാരിച്ച് അങ്ങനെ ഇതാ ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയതിന് പിന്നെ ബസ്സിൽ ഫുള്ള് ചില്ല് പൊളിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. പുതിയ വീഡിയോ കാണാൻ ടാറ്റ ബൈ ബൈ.